ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല? അതിനായിട്ട് ഫസ്റ്റ് ഡിവിഷൻ എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ 10 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമുക്കറിയാം 5 ആണെന്ന് അറിയാം, ബട്ട് എന്താണ് സംഭവിക്കുന്നത്? അതായത് ഹൗ മെനി ടൈംസ് ഷുഡ് ഐ ആഡ് 2 ടു ഗെറ്റ് 10? അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് 10 എന്ന നമ്പർ കിട്ടാനായിട്ട് 2 എന്ന നമ്പറിനെ ഞാൻ എത്ര തവണ ആഡ് ചെയ്യണം? 5 ടൈംസ് ആഡ് ചെയ്യണം. അതായത് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2, അതല്ലേ 10 അല്ലേ? 1 2 3 4 5 ടൈംസ് 2നെ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 10 കിട്ടി. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12 ബൈ 4. ഹൗ മെനി ടൈംസ് ഷുഡ് ഐ ആഡ് 4 ടു ഗെറ്റ് 12? 4 ഞാൻ എത്ര ടൈംസ് ആഡ് ചെയ്യണം 12 കിട്ടാനായിട്ട്? 4 പ്ലസ് 4 8, ദെൻ ഒരു 4 കൂടെ ആഡ് ചെയ്താൽ 12. അപ്പോൾ എനിക്ക് 3 ടൈംസ് 4നെ ആഡ് ചെയ്താൽ 12 കിട്ടും. ഇനി നമ്മൾ 0 പോകാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ 1 ഡിവൈഡ് ബൈ 0. എന്ത് ചെയ്യും? ഹൗ മെനി ടൈംസ് ഷുഡ് ഐ ആഡ് 0 ടു ഗെറ്റ് 1? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ടൈംസ് 0 ഞാൻ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം 1 കിട്ടാനായിട്ട്? അല്ലെങ്കിൽ 5 ബൈ 0. വേറെ എക്സാമ്പിൾ 0നെ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, അവസാനം 5 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് ഞാൻ 0നെ ആഡ് ചെയ്യണം 5 കിട്ടാൻ? ഓക്കെ, ആലോചിച്ച് നോക്കുക. നമ്മൾ എത്ര ടൈംസ് ആഡ് ചെയ്താലും 0നെ എത്ര ടൈംസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാലും 0 തന്നെ കിട്ടണം, ഒരിക്കലും 1 എത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ആയാലും 0നെ എത്ര ടൈംസ് ആഡ് ചെയ്താലും ഒരിക്കലും 5 എത്തില്ല, 1 എത്തില്ല, പിന്നെയാണ് 5. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഒരിക്കലും ഡിവിഷൻ ഇപ്പോൾ 5 ബൈ 0 ഇൻഫിനിറ്റി എന്ന് എഴുതി വെക്കരുത്. അതൊരു സ്റ്റാൻഡേർഡ് ടേം അല്ല, അത് തെറ്റാണ്. ഇൻഫിനിറ്റി അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇൻഫിനിറ്റ് ടൈംസ് നിങ്ങൾ 0 ആഡ് ചെയ്താൽ 5 കിട്ടും? അങ്ങനെയാണെങ്കിൽ 1 ബൈ 0 ഇൻഫിനിറ്റി ആണെങ്കിൽ ഇൻഫിനിറ്റ് ടൈംസ് ഞാൻ 0 ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് 1 കിട്ടും? ഇല്ല, ഇൻഫിനിറ്റ് ടൈംസ് ഞാൻ 0 ആഡ് ചെയ്താലും 0 തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അൺഡിഫൈൻഡ്. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അൺഡിഫൈൻഡ് ആണെന്ന് പറയുന്നത്.